ഗവർണർ എഴുതിയ ക്രിസ്മസ് ഗാനങ്ങളും അതിനൊപ്പം കുട്ടികൾ കാഴ്ചവെച്ച ആനന്ദ നൃത്തവും വിഭവസമൃദ്ധമായ ചായ സൽക്കാരവുമൊക്കെയായി ബംഗാൾ രാജ്ഭവനിൽ നടന്ന ക്രിസ്മസ് ആഘോഷം ബംഗാൾ കേരള സൗഹൃദ പദത്തിൽ മറ്റൊരു നാഴികക്കല്ലായി. ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദ ബോസ് മുൻകൈയെടുത്ത രാജ്ഭവനിൽ ഒരുക്കിയ ഊഷ്മളമായ ആഘോഷവിരുന്നിൽ ബംഗാളിലും കേരളത്തിൽ നിന്നുള്ള പ്രമുഖ പുരോഹിതരും സാമൂഹിക സേവരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. ആർച്ച് ബിഷപ്പ് തോമസ് ഡിസൂസ ക്രിസ്മസ് സന്ദേശം നൽകി. അംതാല കെ.ഇ. കാർമൽ സ്കൂൾ വിദ്യാർത്ഥികളാണ് ഗവർണർ എഴുതിയ കവിതയെ ആസ്പദമാക്കി ക്രിസ്മസ് കരോൾ ഒരുക്കിയത്. സാരംഗബാദ് കാർമൽ സ്കൂൾ വിദ്യാർത്ഥികൾ അതിനൊപ്പം ചുവടുവെച്ചു. സാന്താക്ലോസുകൾ രാജ്ഭവൻ അങ്കണത്തിൽ ആർത്തുല്ലസിച്ചു. ആശംസകളും സമ്മാനങ്ങളും കൈമാറിയവർ സഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്തോഷം പങ്കുവച്ചു. ബത്ലഹേം, കാൽവരി തുടങ്ങി യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചതിന്റെ ഹൃദയാനുഭവങ്ങൾ പങ്കുവച്ചുള്ള ഗവർണർ ആനന്ദ ബോസിന്റെ വികാരനിർഭരമായ പ്രസംഗം ആഘോഷവേദിയിൽ വിസ്മയം തീർത്തു. ലേഡി ഗവർണർ ലക്ഷ്മി ആനന്ദ ബോസും ഉടനീളം പങ്കെടുത്തു. ഗവർണറായി ചുമതലയേറ്റ വർഷം ആനന്ദ ബോസ് തന്റെ ക്രിസ്മസ് ആഘോഷിച്ചത് ന്യൂഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ ആയിരുന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ആശംസ അർപ്പിക്കാൻ പ്രധാനമന്ത്രി അവിടം സന്ദർശിച്ചിരുന്നു. കഴിഞ്ഞ വർഷവും ബംഗാൾ രാജ്ഭവനിൽ ഗവർണറുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രിസ്മസ് ആഘോഷം നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.